നമ്മുടെ മലയാളികളുടെ സ്വന്തം കലാഭവൻ വിട പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി 10 വർഷമാകുമായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അനുസ്മരണങ്ങളും അല്ലെങ്കിൽ കലാഭവൻ മണിയെക്കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളൊക്കെ പലരും പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടു. പക്ഷേ ശരിക്ക് അതൊക്കെ മതിയോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ശരിക്ക് വേണ്ട പോലെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. അത് പ്രത്യേകിച്ച് സിനിമാ ലോകം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. സിനിമാ ലോകമായാലും സാംസ്കാരിക മേഖലയായാലും ഒക്കെ. പക്ഷേ ഒരുപാട് എന്താ പറയുക, സാധാരണ മനുഷ്യരുടെ, പ്രേക്ഷകരുടെ അല്ലെങ്കിൽ പാവങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും കലാഭവൻ മണി ജീവിച്ച് അവരുടെ മനസ്സിൽ കലാഭവൻ മണിയുണ്ട്. പക്ഷെ അതല്ലാതെ കലാഭവൻ മണിയെ ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു എന്താ പറയുക, ഒരു ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ട ഒരു അനുസ്മരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ സംശയിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിനെപ്പറ്റി സംവിധായകൻ വിനയനാണ് നമുക്കറിയാം കലാഭവൻ മണിയെ ഒരു താരമായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജീവിതം ശരിക്ക് നൽകിയത് വിനയൻ തന്നെയാണ്. അപ്പൊ വിനയൻ എപ്പോഴും കലാഭവൻ മണിയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ഇപ്രാവശ്യം വിനയൻ പറഞ്ഞിരിക്കുന്ന ഒരു കലാഭവൻ മണിയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞിരിക്കുന്നതാണ് സ്മാരകമൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം. അതായത് കലാഭവൻ മണിക്ക് സ്മാരകം പണിയാനായിട്ട് ഒരു ഇപ്പൊ പ്ലാൻ സർക്കാരിനും അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു തരിശ് ഭൂമിയായിട്ട് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും ഒരു അനുഭാവിയാണ്. അദ്ദേഹം CPIന്റെ ഒരു ഭാരവാഹിയൊക്കെ ആയിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ക്ഷേമനിധി ബോർഡും അതുമായി ബന്ധപ്പെട്ടൊക്കെ കാനൻ രാജേന്ദ്രനും അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അദ്ദേഹം ഒരുപാട് പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും ഈ CPMന്റെ സർക്കാരിനെതിരെ, അവരുടെ സാംസ്കാരിക വകുപ്പിന്റെ ചില പ്രവർത്തനങ്ങൾക്കെതിരെയൊക്കെ എപ്പോഴും സംസാരിക്കാറുള്ളതാണ്. മുമ്പ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് അവാർഡിന് പോയപ്പോൾ അന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നപ്പോൾ രഞ്ജിത്ത് ഇടപെട്ട് ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് അവാർഡ് കിട്ടാതിരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെയൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇതിലും പറഞ്ഞിരിക്കുന്ന എത്രയോ വികസനങ്ങളുടെ പേരെണ്ണി പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കലാഭവൻ മണിയുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, മൗനം പാലിക്കുന്നില്ല? എന്നിട്ട് പറഞ്ഞിട്ട് മണിയെ മറന്നുപോയി പോവുകയാണ്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേര് കാര്യം സാധിക്കാൻ വേണ്ടി ഇവരുടെ സാംസ്കാരിക മന്ത്രിയുടെ ഒക്കെ പുറകിലൊക്കെ നടക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും സാംസ്കാരിക മന്ത്രിയോട് ഞാനിത് പറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന പല സാംസ്കാരിക നായകരും പരിഗണനയ്ക്കായി സർക്കാരിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. പക്ഷെ അപ്പോഴും കലാഭവൻ മണിയുടെ ഈ ഒരു കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം എല്ലാവരുമായി നല്ല ബന്ധമായിരുന്നു കലാഭവൻ മണി. അതിൽ ഇപ്രാവശ്യം ഞാനൊന്ന് നോക്കിയപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും കലാഭവൻ മണിയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഓർമ്മപ്പൂക്കൾ എന്നിട്ടിട്ട്, വേറെ അധികം പേരെ ഞാൻ കണ്ടില്ല, ഞാൻ അധികം നോക്കിയിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എങ്കിലും നമ്മൾ എന്താ പറയുക, നല്ലൊരു നടൻ എന്നുള്ള ഒരു നല്ലൊരു വ്യക്തിയും കൂടിയായിരുന്നു കലാഭവൻ മണി. പിന്നെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്രാവശ്യം കലാഭവൻ മണിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും എവിടെയാണ് എന്നുള്ളതിന് പലരും അന്വേഷിക്കാറുണ്ട്. പിന്നീട് നമ്മൾ പല സോഷ്യൽ മീഡിയയിലൂടെ പല വാർത്തകളും പല വ്ളോഗുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കലാഭവൻ മണിയുടെ മകള് മെഡിസിന് പഠിക്കുകയാണ്. അവർ ചാലക്കുടിയിലല്ല, അവർ ഇവിടെ എറണാകുളം, കോട്ടയം ആ പ്രദേശത്ത് എവിടെ ഏതൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ മകളുടെ പഠിത്തത്തിന്റെ സൗകര്യത്തിന് വേണ്ടി കലാഭവൻ മണിയുടെ ഭാര്യ നിമ്മി അവിടെ പോയി ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കുകയാണ് മകളുടെ കൂടെ. അപ്പോൾ ഇവരുടെ മണിയുടെ ആ ഒരു വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഈ മകൾ ഫ്രണ്ട്സായിട്ട് വെക്കേഷന് വരുമ്പോൾ ആ ഒരു വ്ളോഗൊക്കെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? അത് ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിലുണ്ട് അത് വ്ളോഗൊക്കെ. അപ്പോൾ എന്തായാലും മകളിപ്പോൾ ഡോക്ടറായി പ്രാക്ടീസ് തുടങ്ങിയതാണ്. അത് കലാഭവൻ മണിയുടെ അനിയൻ ആർവിലി രാമകൃഷ്ണൻ, അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ പല മാധ്യമങ്ങളിലും പല ഇന്റർവ്യൂസിലും പല വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മകൾ ഡോക്ടറാവുന്നുണ്ട്. പിന്നെ കലാഭവൻ മണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പാവങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ അവിടെ ചാലക്കുടിയിൽ പണിയിടണം, എന്നിട്ട് അവിടെ മകൾ ഡോക്ടറാവണം. അപ്പം മകൾ ഡോക്ടറായി. കലാഭവൻ മണി മരിക്കുന്ന 2016 എന്ന് പറഞ്ഞ വർഷം മാർച്ചിൽ കലാഭവൻ മണി മരിച്ചപ്പോൾ ആ സമയത്താണ് ഈ കുട്ടി എക്സാം എഴുതുന്നത്. എനിക്കൊണ്ട് 10ാം ക്ലാസ് പരീക്ഷ എന്നാണ്. അത് കഴിഞ്ഞിട്ട് +2 നല്ല മാർക്ക് വാങ്ങി. എന്നിട്ട് എൻട്രൻസ് ഒക്കെ പഠിച്ചിട്ട് എൻട്രൻസ് എഴുതിയിട്ടാണ് മെഡിസിന് കിട്ടിയത്. അനിയൻ പറഞ്ഞത്, അനിയനും ഇതുപോലെ തന്നെ. അനിയന് ഇപ്പോൾ PhD എടുത്തു. അദ്ദേഹം ഡോക്ടർ RLV രാമകൃഷ്ണനായി. അദ്ദേഹം ഇപ്പോൾ കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. അപ്പോൾ ഇതെല്ലാം ചേട്ടൻ്റെ ഒരു ഇതാണ്, ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു. ചേട്ടനുള്ളതുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. ശരിയാണ്, കാരണം ഇവരെല്ലാം വളരെ പാവപ്പെട്ടവരായിരുന്നു, സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്നു. പക്ഷെ കലാഭവൻ മണി സ്വന്തം കുടുംബത്തിലെയും സഹോദരങ്ങളെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് വന്ന് എല്ലാവരും സഹായിച്ചു. പിന്നെ ആ നാട്ടിലുള്ള എല്ലാവർക്കും വളരെ പ്രിയങ്കരനാണ് കലാഭവൻ. ഇപ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ
സിനിമാ സംഘടനയും സാംസ്കാരിക സംഘടനകളും എത്രത്തോളം കലാഭവൻ മണി ഇന്ന് ഓർക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നാട്ടുകാർ അവരെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഒരു വാർത്തകളിലോ ഒന്നും വരാൻ വേണ്ടിയല്ല, അവരൊരു കയ്യടിക്ക് വേണ്ടിയല്ല, പക്ഷെ ആ നാട്ടുകാർ ഇപ്പോഴും കലാഭവൻ മണീനെ ഓർക്കുന്നു എന്നുള്ളതാണ്. കാരണം പണ്ട് തമാശ രൂപേണയൊക്കെ ചില ആളുകൾ പറയും കലാഭവൻ മണിയുടെ വീട്ടിൽ എന്നും ഒരു 50 പേരുണ്ടാവും, ഒരു എപ്പോഴും കൂടെ നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ അവരൊക്കെ കലാഭവൻ മണിയാണ് ജീവിതം. എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് പേർക്ക് കലാഭവൻ മണി വീട് കൊടുക്കലും പാവങ്ങളെ സഹായിക്കലും അവരുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളും ആരോഗ്യ എന്താ പറയുക ഹോസ്പിറ്റൽ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രോഗ്രാം അദ്ദേഹം അവസാനമൊക്കെ ആയപ്പോൾ അദ്ദേഹം പല മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം സിനിമകൾ കുറച്ചിരുന്നു, പല പരിപാടികൾക്കും പോകാതെയായി. പക്ഷെ എങ്കിലും ഏതെങ്കിലും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പോൾ ഒരു പ്രോഗ്രാം പോയി ചെയ്യും. അതായത് അദ്ദേഹം അന്ന് ഒരു പ്രോഗ്രാമിന് 5 ലക്ഷമൊക്കെ ഒരു പാട്ട് പാടാനോ അങ്ങനെയൊക്കെ മേടിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അദ്ദേഹം പോകുന്നു, പൈസകൾ മേടിക്കും, ഈ പൈസ തിരിച്ച് ആവശ്യമുള്ളവർക്ക് അപ്പം തന്നെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ടീം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ടീം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് വന്നാണ് ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പറയുന്ന വിജയകാന്തിന്റെ സിനിമ. അന്ന് അതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കലാഭവൻ മണി അതിലൊരു ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നു, കലാഭവനിൽ മിമിക്രി ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അക്ഷരം എന്ന് പറയുന്ന സിബി മലയിൽ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷം ചെയ്യുന്നു. ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് സീരിയൽ ചെയ്തു ദൂരദർശനിൽ. ഞാൻ ആ സീരിയലിന്റെ പേര് മറന്നുപോയി. ആ സമയത്ത് തന്നെയാണ് സല്ലാപം ചെയ്യുന്നത്. അപ്പൊ സല്ലാപം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു സിനിമയും കലാഭവൻ മണി കമ്മിറ്റ് ചെയ്തത്. അൻസാർ കലാഭവനാണ് ഡയറക്ട് ചെയ്തത്. അൻസാർ കലാഭവൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കലാഭവൻ മണീനെ ഈ കലാഭവനിൽ ഉള്ള മിമിക്രി ആർട്ടിസ്റ്റ് രീതിയിൽ അറിയാം. അപ്പൊ അങ്ങനെ അതിൽ ശരിക്കും വളരെ പ്രാധാന്യമുള്ള സിനിമയാണ്. നിങ്ങൾ എത്ര പേര് ഇന്ന് കണ്ടിട്ടുണ്ട്, ഇന്നത്തെ ജനറേഷൻ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അന്ന് അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമയായിരുന്നു. അന്ന് ജഗദീഷും അബിയും ഇവരെല്ലാവരും ഉള്ള ഒരു സിനിമയാണ്. അതിൽ വളരെ പ്രാധാന്യം നിറഞ്ഞൊരു 4-5 ചെറുപ്പക്കാരിൽ ഒരു പ്രധാന ചെറുപ്പക്കാരുടെ റോളാണ് കലാഭവൻ മണിക്ക്. എനിക്ക് തോന്നുന്നു കലാഭവനോട് രണ്ടാമത്തെ സിനിമ സല്ലാപം കഴിഞ്ഞിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും അത്. സല്ലാപം അത് കഴിഞ്ഞോടുകൂടി കലാഭവൻ മണി എസ്റ്റാബ്ലിഷ്ഡ് ആയി. പിന്നീട് ജയറാമിന്റെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ സിനിമകളിലെ ചെറുതും വലുതും. എനിക്ക് ദിലീപിനായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ദിലീപിന്റെ വിവാഹ സമയത്ത് ദിലീപും മഞ്ജു വാര്യരും ആയിട്ടുള്ള ഒരു പ്രണയവും അവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന, അതൊന്ന് മഞ്ജു വാര്യർ വീട്ടിൽ നിന്ന് അറിയാതെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന വാർത്തയായിരുന്നല്ലോ. അന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ദിലീപിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ബിജു മേനോനും കലാഭവൻ മണിയും. എല്ലാത്തിലും അവർ ഒരുമിച്ചായിരുന്നു. ദിലീപ് പറഞ്ഞിട്ടുണ്ട് കലാഭവൻ മണി ഒരു ചങ്കൂറ്റൻ തന്നെയായിരുന്നു. മണി മരിക്കുന്നത് വരെ ഏത് സ്റ്റേജ് ഷോ ഉണ്ടെങ്കിലും ദിലീപ് കലാഭവൻ മണിനെയും നാദർശനെയും കൂട്ടാതെ പോയില്ല. അവർ തമ്മിലുള്ള ഒരു നമുക്കറിയാം അവരുടെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ. കാരണം കലാഭവൻ മണിയെ വിനയൻ വാസന്തി ലക്ഷ്മി എന്നുള്ള സിനിമയിൽ നായകനാക്കുന്നു, അതിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുന്നു, ഭയങ്കര ഹിറ്റാവുന്നു, കലാഭവൻ നായകൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു, കരുമാടിക്കുട്ടൻ സംഭവിക്കുന്നു. അപ്പോഴും അദ്ദേഹം സൈഡ് റോളുകൾ ചെയ്യുന്നുണ്ട്. വിനയന്റെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സിനിമകളും, ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് അതുവരെ ഉണ്ടായിരുന്ന വിനയന്റെ സിനിമകളിൽ കലാഭവൻ മണി അഭിനയിക്കാതിരുന്നത്. അതിനെക്കുറിച്ച് തന്നെ മണി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആദ്യം ഓക്കെ പറഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ജയസൂര്യയുടെ എന്തോ കാല് ഒന്ന് ഫ്രാക്ചർ ആവുകയോ എന്തോ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഷൂട്ട് നീണ്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സമയത്ത് കുബേരൻ ചെയ്യായിരുന്നു. അതിനോടൊപ്പം തന്നെ ജെമിനി എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ കിട്ടി. അപ്പോൾ ആ സിനിമയിൽ കമ്മിറ്റഡ് ആയി. അപ്പോൾ അതിനു മുമ്പ് കലാഭവൻ മണി കുറെ തമിഴ് സിനിമകൾ 2-3 തമിഴ് സിനിമകൾ അഭിനയിച്ചിട്ടൊന്നും വിചാരിച്ച പോലെ ഒരു റീച്ച് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഇനി തമിഴ് വേണ്ട എന്ന് നിൽക്കുന്ന സമയത്താണ് ജെമിനിയിലെ അവസരം ലഭിക്കുന്നത്. അപ്പൊ അന്ന് ദിലീപ് പറഞ്ഞു അത് മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇപ്പുറത്ത് ഊമപ്പെണ്ണ് ജയസൂര്യയുടെ കാല് ഫ്രാക്ചർ ആയതുകൊണ്ട് തള്ളും എന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും അദ്ദേഹം പോയിട്ട് ജെമിനിക്ക് ഓക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ജയസൂര്യ എനിക്കൊണ്ട് കാലിന് ഫ്രാക്ചർ ചെറിയൊരു പരിക്കാണ്. അപ്പോഴേക്കും ജയസൂര്യ അത് ഓക്കെ നമുക്ക് ചെയ്യാം, ഞാൻ റെഡിയാണ്. കാരണം ജയസൂര്യ ആദ്യത്തെ സിനിമയാണ്. ജയസൂര്യ അത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് താല്പര്യപ്പെട്ടിട്ട് ആ സിനിമ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ജയസൂര്യ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വിനയൻ മണിയെ വിളിച്ചു. പക്ഷെ മണി അപ്പോഴും ജെമിനിയിൽ കമ്മിറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് വിനയന്റെ ആ സിനിമ ചെയ്യാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വിനയന് വിലക്കും സംഘടനയുമായിട്ടുള്ള പ്രശ്നങ്ങളും വന്ന് നമുക്കറിയാം ആക്ട് ഓഫ് FK ആവുന്നു. പക്ഷെ അപ്പോഴും കലാഭവൻ മണി വിനയനെ സപ്പോർട്ട് ചെയ്തെന്നുള്ളത്. കലാഭവൻ മണി പറഞ്ഞ കലാഭവൻ മണിയുടെ ഒരു സിനിമയുടെ പൂജ വിളക്ക് കൊളുത്തുന്ന ചടങ്ങ് വിനയൻ സാർ തന്നെ വരണം എന്ന് പറഞ്ഞ് അന്ന് എല്ലാവരും വിനയനെതിരെ നിൽക്കുമ്പോഴും വിനയൻ പോയി വിളക്ക് കൊളുത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വിനയൻ വിളക്ക് കൊളുത്തിയത് അറിഞ്ഞ ശേഷം വേറെ ആരോ ഇടപെട്ട് വീണ്ടും ആ ഒരു പൂജാ ചടങ്ങ് ഒന്നുകൂടി നടത്തി. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന സിനിമയിൽ അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കലാഭവൻ മണിക്ക് ഒരു വാക്കുണ്ട്, അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു നന്മയുണ്ട്. പലവരും പറയാറുണ്ട് സൂപ്പർ താരങ്ങൾ കലാഭവൻ മണിയെ ഒതുക്കുന്നു എന്നുള്ള രീതിയിലോട്ട് പല രീതിയിലൊക്കെ ചർച്ചകളൊക്കെ കേൾക്കാറുണ്ട്. കാരണം പണ്ട് സലീം കുമാർ പറഞ്ഞത് കലാഭവൻ മണിക്ക് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് നിനക്ക് തന്നെയാണ്, ഉറപ്പാണ് എന്നും പറഞ്ഞ് കലാഭവൻ മണീനെ ഒരു പ്രമുഖ നടൻ
വിളിച്ചു, ഒരു സംവിധായകനും വിളിച്ച് പറഞ്ഞു. പക്ഷെ കലാഭവൻ മണിക്ക് അത് വിശ്വസിച്ചു. പക്ഷെ അത് കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണ്. അത് ആരാണ് എന്നൊന്നും സലികുമാറും പറഞ്ഞിട്ടില്ല. പിന്നീട് നമുക്കറിയാം ഈ നമ്മുടെ രാജമാണിക്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അന്ന് കലാഭവൻ മണീനെ വില്ലനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ആ തമിഴ്നാട് രഞ്ജിത്താണ് ചെയ്തത്. പക്ഷെ അന്ന് കലാഭവൻ മണി ബെൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്തോടെ മമ്മൂട്ടിയുടെ വില്ലനാവാൻ കലാഭവൻ മണിക്ക് ഒരു മടിയുണ്ടായിരുന്നു. പക്ഷെ രാജമാണിക്ക് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോൾ കലാഭവൻ മണി തന്നെ പറഞ്ഞു എനിക്കൊരു വലിയ നഷ്ടമായി എന്ന് പറഞ്ഞ് അൻവർ റഷീദിനെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത സിനിമ എന്തായാലും എനിക്ക് വിളിക്കണം, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാണ് ചോട്ടാ മുംബൈ അൻവർ റഷീദ് മോഹൻലാലിനെ വെച്ച് ചെയ്തപ്പോൾ അതിൽ കലാഭവൻ മണി ശക്തമായിട്ട് വില്ലവേഷം ചെയ്തു. അത് കലാഭവൻ മണിയുടെ ഏറ്റവും മികച്ച ഒരു 5 കഥാപാത്രങ്ങൾ എടുത്തതിൽ ഒന്ന് തന്നെയാണ് ചോട്ടാ മുംബൈ. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം നായകനായിട്ട് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത്. അബ്രഹാം ലിങ്കൻ, ഇന്ദ്രജിത്ത്, പായിമ്പുലി, കുറേ സിനിമകൾ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് പക്ഷെ അപ്പോഴും നസ്രാണി ചെയ്യുന്നു, എനിക്കൊരു ചിന്താമണി കൊലക്കേസ്, അപ്പോഴും അദ്ദേഹം ചില ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി എന്തെല്ലാം അദ്ദേഹം ഭയങ്കര ചൂടനാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിന് എടുത്തു ചാടി എല്ലാവരും മുഖത്തോക്കി പറയുമെന്നൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു നന്മയുണ്ടെന്നുള്ളത് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ അതിൽ ആ ജോജു ചെയ്യുന്ന ഒരു ക്യാരക്ടർ എല്ലാ സൂപ്രധാനങ്ങളെയും ബേസ് ചെയ്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ഒരു ഘട്ടം വരുമ്പോൾ കലാഭവൻ മണി അഭിനയിക്കാൻ വരുന്നില്ല, അദ്ദേഹത്തെ മാറ്റാം എന്ന് അതിലെ ഒരു കഥാപാത്രം പറയുമ്പോൾ അതിൽ ആ സൂപ്രതാരം ജോജു ചെയ്യുന്ന സൂപ്രതാരം പറയുന്നുണ്ട് അത് വേണ്ട, അവൻ തന്നെ വരട്ടെ, അവൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. അത് മമ്മൂട്ടീനെ ഉദ്ദേശിച്ചാണെന്നൊക്കെ പിന്നീട് ഒരുപാട് കമന്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കലാഭവൻ മണി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ പറഞ്ഞ പോലെ അദ്ദേഹം അധികാലം നമ്മുടെ കൂടെ ഉണ്ടായില്ല. അദ്ദേഹം എന്താ പറയുക, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. തമിഴ് ജെമിനി എന്ന് പറഞ്ഞ സിനിമ നമ്മളൊന്ന് പറഞ്ഞ പോലെ ആ ഒരൊറ്റ സിനിമയോടുകൂടി അദ്ദേഹം തമിഴിൽ എവിടെയോ എത്തി എന്നുള്ളതാണ്. പിന്നീട് രജനീകാന്ത് വരെ കലാഭവൻ മണീനെ ഒരു വേഷത്തിനേക്ക് വേണ്ടി വിളിച്ചു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് വരെ കലാഭവൻ മണി വളർന്നിരുന്നു. ജെമിനി വിക്രമിന്റെ കരിയർ ബ്രേക്ക് ആയ പോലെ തന്നെ കലാഭവൻ മണിക്കും വളരെ ബ്രേക്ക് ആയ ഒരു സിനിമയായിരുന്നു ജെമിനി. തെലുങ്കിൽ വെങ്കടേഷ് റീമേക്ക് ചെയ്തപ്പോൾ അതിലും വില്ലനായിട്ട് കലാഭവൻ മണിനെയാണ് വിളിച്ചത്. അതൊക്കെ ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് തമിഴ്നാട്ടിൽ തമിഴിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നപ്പോൾ അതിൽ സകല കലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ സകല കലാഭവൻ എന്നൊക്കെ പറഞ്ഞ കലാഭവൻ മണിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അദ്ദേഹം ഗായകനാണ്, അദ്ദേഹം എന്താ പറയുക, പാട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷെ അദ്ദേഹം നന്നായി പാട്ട് എഴുതും, പാട്ട് പാടും ഒക്കെ ചെയ്യുന്നതാണ്. സന്തോഷ് ശിവൻ ഒരിക്കൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവിടെ അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ കാറിൽ കലാഭവൻ മണിയുടെ പാട്ടിടുമ്പോൾ സായിപ്പ്മാര് ചോദിക്കും ഇതെന്താന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് ഞങ്ങളുടെ നാട്ടിലെ കലാഭവൻ മണി എന്ന് പറഞ്ഞൊരു ഗായകനുണ്ട്, അദ്ദേഹം ഒരു ഫോക്ക് സിംഗറാണ് എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ യൂത്ത് ഒരു വേടനെ എങ്ങനെ കാണുന്നു അതുപോലെയായിരുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും വേടനെയും കലാഭവൻ മണിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ആ കമ്പാരിസണിലോട്ട് പോകുന്നതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് യൂത്ത് വേടനെ കുറിച്ച് പറയുന്നത് പോലെയായിരുന്നു ഒരു കാലത്ത് കലാഭവൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90s കിഡ്സിനൊക്കെ. അതൊരു നടനായിട്ടായാലും ഗായകനായിട്ടായാലും നല്ലൊരു വ്യക്തിയായിട്ടൊക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 10 വർഷമായി, അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമാ ലോകം അദ്ദേഹത്തെ മറന്നു എന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കലാഭവൻ മണിയുടെ ഒരുപാട് സിനിമകളുണ്ടാവും. അദ്ദേഹത്തിനെ കുറിച്ചുള്ള നിങ്ങൾ പലർക്കും പേഴ്സണലി അദ്ദേഹത്തെ അറിയുന്നുണ്ടാവും, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകൾ അറിയുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം.